അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. മന്ത്രിമാരുടെ കൊമ്പുകോർക്കൽ തുടരുകയാണ് കേരളത്തിൽ. എന്തായാലും സപ്ലൈകോയ്ക്ക് വേണ്ടത്ര പണം നൽകിയില്ല എന്ന ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ വാദം പൊളിക്കുന്ന രീതിയിൽ ധനവകുപ്പ് തന്നെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഭക്ഷ്യമന്ത്രി പറഞ്ഞതുപോലെ അല്ല ബജറ്റ് വിഹിതം ഉണ്ടായിരുന്നത്. 1712 കോടിയോളം രൂപ നൽകിയിരുന്നു. ഇക്കാര്യം ബജറ്റിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ അത് സാധാരണ അങ്ങനെ ചെയ്യുന്നതാണ്, അനക്ഷരായിട്ട് കൊടുക്കാറുള്ളതാണ്. ഇക്കാര്യം വ്യക്തമാക്കുകയാണ് ധനവകുപ്പ്. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ സമയത്ത് പോലും, അതായത് മന്ത്രിമാർ തമ്മിൽ കൊമ്പ് കോർക്കുന്ന സമയത്തും സപ്ലൈകോയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സപ്ലൈകോയിൽ ആവശ്യത്തിന് സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ല. ആ സമയത്താണ് ഇത്തരത്തിലുള്ള കൊമ്പ് കോർക്കൽ മന്ത്രിമാർ തമ്മിൽ നടക്കുന്നത്. 1731.3 കോടി രൂപ അനുവദിച്ചു എന്നാണ് ഇപ്പോഴും ധനവകുപ്പ് പറയുന്നത്. അതായത് GR അനിലിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ധനവകുപ്പ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. റേഷൻ സബ്സിഡിക്കായി 938.8 കോടി രൂപ അനുവദിച്ചിരുന്നുവെന്ന് ധനവകുപ്പ് പറയുന്നു. സപ്ലൈകോയ്ക്ക് മാത്രമായി 1731.8 കോടി രൂപ അനുവദിച്ചുവെന്ന് ധനവകുപ്പ് പറയുന്നു. അതേസമയം തന്നെ പ്രതിസന്ധി ഉണ്ട് എന്ന് സപ്ലൈകോയിലെ ഇൻചാർജുള്ള ആളുകൾ പറയുന്നു. 1 വർഷമായി പ്രതിസന്ധി നിലനിൽക്കുകയാണ്. വിതരണക്കാർക്ക് പണം കൈമാറാൻ പറ്റുന്നില്ല. അങ്ങനെ ആകമാനം പ്രതിസന്ധി സപ്ലൈകോയിൽ നടക്കുമ്പോഴാണ് മന്ത്രിമാർ തമ്മിൽ കൊമ്പ് കോർക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, എന്തായാലും ഇത് വിചിത്രമായ ഒരു കാര്യമാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യമന്ത്രി തുറന്നു പറയുകയാണ് ഒന്നും കിട്ടിയിട്ടില്ല സപ്ലൈകോയ്ക്കത്ത്. അതേസമയം തന്നെ ധനവകുപ്പ് ഇതിന്റെ കണക്കുകൾ പുറത്തുവിടുമ്പോൾ ഇത്രയും കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ശരിയാണോ അല്ലയോ? ഇത് സപ്ലൈകോയ്ക്കുള്ള പണം തന്നെയാണോ അതോ ഈ റേഷൻ വിതരണം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി നൽകിയ പണമാണോ? അങ്ങനെയുള്ള വാർത്തകളും വരുന്നുണ്ട്. അത് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അങ്ങനെയുള്ള വിവരങ്ങൾ വരുന്നത്. അപ്പോൾ ആകെ കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ സപ്ലൈകോയിൽ കാര്യങ്ങളൊന്നും നല്ലതായിട്ട് നടക്കുന്നില്ല എന്ന് ഡാന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ അവസരം കിട്ടിയിട്ടുണ്ടല്ലോ. മഞ്ജുഷ, കഴിഞ്ഞ 5-ാം തീയതി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിൽ ധനമന്ത്രി KN ബാലഗോപാൽ സപ്ലൈകോ നവീകരണവുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് വാക്കാൽ പരാമർശിച്ചു പോയത്. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് ധനമന്ത്രി ഈ ഭക്ഷ്യമന്ത്രി GR അനിൽ, അതായത് സപ്ലൈകോയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല, വിപണി ഇടപെടൽ നടത്തുന്നതിന് ഈ സപ്ലൈകോയ്ക്ക് വേണ്ടി കൃത്യമായ പരിഗണന ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ രംഗത്തെത്തിയത്. അതിന് മറുപടിയുമായാണ് ഈ ധനവകുപ്പിന്റെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ കൃത്യമായി എടുത്തു പറയുന്നു 1731 കോടി രൂപ അത് കൃത്യമായി സപ്ലൈകോയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. ഇതിൽ 10 കോടി രൂപ നവീകരണവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് പുതിയതായി നടപ്പാക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ടാണ് അത് മാത്രം ബജറ്റിൽ ധനമന്ത്രി വാക്കാൽ പരാമർശിച്ചു പോയത്. ബാക്കിയുള്ള തുകയെപ്പറ്റിയെല്ലാം കൃത്യമായ വിശദീകരണം ധനവകുപ്പ് ഇറക്കിയിരിക്കുന്ന കുറിപ്പിലുണ്ട്. അതിൽ പ്രകാരം റേഷൻ സബ്സിഡി ഇനത്തിൽ 958.8 കോടിയും നെല്ല് സംഭരണത്തിനായി 557.5 കോടിയും വിപണി ഇടപെടൽ ലക്ഷ്യമാക്കി 205 കോടിയും ഇങ്ങനെ 1731 കോടി രൂപ വിവിധ ഇനങ്ങളിലായി സപ്ലൈകോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്ന വിശദീകരണം ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിനിടയിലാണ് വിചിത്രമായ പ്രതികരണങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മൾ തന്നെ രാവിലെ പുളിമൂട് ജംഗ്ഷനിലുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നേരിട്ടെത്തി എന്താണ് അവിടുത്തെ സ്ഥിതിയെന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു. അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് 13ഓളം അവശ്യ സാധനങ്ങളിൽ 12 അവശ്യ സാധനങ്ങളും അവിടെ ലഭ്യമല്ല. അതായത് അരിയും വെളിച്ചെണ്ണയും മറ്റ് സാധനങ്ങളും അടക്കം ഈ 12ഓളം സാധനങ്ങൾ കിട്ടാനില്ല. ഏതാണ്ട് 6 മാസമായി വളരെ ദുഷ്കരമായ അവസ്ഥയിലാണ് ഇതിന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. 1 വർഷമായി ഇത്തരത്തിലൊരു പ്രതിസന്ധി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഔട്ട്ലെറ്റിന്റെ ചുമതലയുള്ള ഓഫീസർ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് ഇത് എത്തിച്ചു കൊടുക്കുന്ന വിതരണക്കാർക്ക് പണം കൈമാറുന്നതിൽ വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ അവശ്യ സാധനങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നതിൽ പരിമിതി നേരിടുന്നത്, പ്രതിസന്ധി നേരിടുന്നത്. അവിടെ ധനപ്രതിസന്ധി തന്നെയാണ്. തങ്ങൾക്ക് ഈ ശമ്പളം പോലും കരാർ ജീവനക്കാർക്ക് സപ്ലൈകോ ഓഫീസിൽ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാർക്ക് ശമ്പളം പോലും ഒരാളുടെ ശമ്പളം 3 പേർക്കായിട്ട് വീതിച്ച് നൽകുന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ. അത്ര വളരെ സന്തോഷ് എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് മാനേജറുടെ പ്രതികരണം എന്ന് കണ്ടതിന് ശേഷം എന്താണ് നടക്കുന്നത് എന്ന് വിശദമായിട്ട് നോക്കാം. തലസ്ഥാനത്തെ ഒരു ഔട്ട്ലെറ്റ് മാനേജറാണ് സന്തോഷിന്റെ പ്രതികരണം കാണാം. എത്ര സബ്സിഡി ഇനങ്ങളാണ് ശരിക്കും നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ 13 ഐറ്റമാണ് നിലവിൽ അതിലുള്ളത്. അതിൽ ചെറുപയർ മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. ഈ അരിയും പഞ്ചസാരയും ഉൾപ്പെടെ എത്ര നാളായി ഇങ്ങനെ കിട്ടാത്ത ഒരു ദൗർലഭ്യം വന്നിട്ട്? നമുക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം കുറച്ച് സാധനമൊക്കെ വന്നായിരുന്നു. പിന്നെ ഇപ്പൊ ഓണം കഴിഞ്ഞിട്ട് പിന്നെ വളരെ കുറവാണ് സാധനങ്ങളൊക്കെ വരുന്നത്. അത് എന്താണ് അതിന്റെ കാരണമെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം സാമ്പത്തിക പ്രശ്നമാണ്. കാരണം ഈ സപ്ലൈസിനൊക്കെ ക്യാഷ് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് അവർ സപ്ലൈ ചെയ്യുന്നില്ല എന്നാണ് അറിയുന്നത്. ഈ പ്രതിസന്ധി മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടോ? ഔട്ട്ലെറ്റ് എല്ലാ സപ്ലൈകോയിലും ഉണ്ട്.
ഡാൻ, ഇതൊരു നാണക്കേടാണല്ലോ സംഭവിക്കുന്നത് സപ്ലൈകോയിൽ. അപ്പോൾ ഇപ്പോൾ മന്ത്രിമാർ ഈ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നില്ല, കിട്ടിയില്ല, എന്നാൽ തന്നു എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് സപ്ലൈകോയിൽ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? കഴിഞ്ഞ ബജറ്റിലും വിഹിതം അനുവദിച്ചപ്പോൾ അത് ശരിയായിട്ട് വിനിയോഗിച്ചില്ല എന്നല്ലേ ഇപ്പോൾ ഈ ഔട്ട്ലെറ്റ് മാനേജറുടെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്? അദ്ദേഹം പറയുന്നത് ഏതാണ്ട് ഒരു വർഷമായി സപ്ലൈകോയുടെ വിവിധ ഔട്ട്ലെറ്റുകളിൽ ഇത് തന്നെയാണ് സ്ഥിതി. അവശ്യ സാധനങ്ങൾ അവിടേക്ക് എത്തുന്നില്ല. എത്തിയാൽ മാത്രമല്ലേ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഏതാനും സാധനങ്ങൾ പേരിന് മാത്രം വരുന്നു. കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അത് തീരുന്ന ഒരു സാഹചര്യം. എല്ലാ ദിവസവും ആളുകൾ ഈ പഞ്ചസാരയും വെളിച്ചെണ്ണയും അരിയും ഒക്കെ എത്തിവെന്ന് ചോദിച്ച് അവിടേക്ക് എത്തുന്നു, വെറും കൈമായിട്ട് മടങ്ങുന്നു. ഇതാണ് സ്ഥിതി. ചെറുപയർ മാത്രമാണ് ഞാൻ പോയ ഔട്ട്ലെറ്റിൽ ബാക്കി ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഈ മന്ത്രിമാർ തമ്മിൽ അല്ലെങ്കിൽ വകുപ്പുകൾ തമ്മിൽ, ധനവകുപ്പും ഭക്ഷ്യവകുപ്പും തമ്മിൽ ഇതിന്റെ പേരിൽ ഇങ്ങനെ വാക്പോര് തുടരുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു സാഹചര്യം സംജാതമാക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ അത് സർക്കാർ തലത്തിൽ അനിവാര്യമായിരിക്കുന്നു. അല്ലെങ്കിൽ ചെറുപയർ മാത്രം ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നൽകേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും മന്ത്രിമാർ തങ്ങളുടെ തർക്കം ഒഴിവാക്കുക, പകരം സപ്ലൈകോയിൽ എന്താണ് നടക്കുന്നത് എന്ന് ഒരു കൂട്ടായ ചർച്ച നടത്തുക. നേരത്തെ സപ്ലൈകോയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഉടൻ തന്നെ പരിഹരിക്കും എന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചിരുന്നതാണ്. അതിൽ ഭക്ഷ്യമന്ത്രി GR അനിൽ മുന്നിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും സബ്സിഡി സാധനങ്ങൾ കിട്ടിയിരുന്നില്ല ഓണസമയത്ത്. പക്ഷേ അതെല്ലാം പരിഹരിച്ചു വന്ന മന്ത്രിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ പണം കിട്ടിയിട്ടില്ല എന്ന് പറയുവാനേ സാധിക്കുന്നുള്ളൂ. അടുത്ത വാർത്ത.